എത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്താലും ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളെ അനുകൂലിക്കും. അതാണിപ്പോൾ നമ്മൾ മാസച്ചൂസെറ്റ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്ലിമത്ത് സുപ്പീരിയർ കോടതിയിൽ ഒരു കേസ് നടക്കുന്നു. കേസ് മറ്റൊന്നുമല്ല, ഈ 3 കുട്ടികളെ കൊന്ന ഒരമ്മ, ലിൻസെ ക്ലാൻസി എന്നു പേര്, 36 വയസ്സ്, അവരെന്തോ നേഴ്സായിരുന്നു. അപ്പം 5 വയസ്സുള്ള കോറ, 3 വയസ്സുള്ള ഡോസൻ, 8 മാസം പ്രായമുള്ള കലൻ, ഇങ്ങനെ 3 കുട്ടികളെയാണ് അവർ ഈ എക്സർസൈസിനുള്ള ബാൻഡ് കഴുത്തിൽ കെട്ടിയിട്ട് ഞെരിച്ചു പോകുന്നത്. അതിനുശേഷം അവർ ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല, അറസ്റ്റിലായി. ഇപ്പോൾ അവരുടെ വിചാരണ ഏകദേശം തീരാറായിരിക്കുന്നു. അപ്പോൾ ഈ വിചാരണയ്ക്കിടയിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടെ വന്ന് ഇവർക്ക് അനുകൂലമായിട്ട് ഇവരുടെ ഈ വക്കീലന്മാരൊക്കെ പോകുമ്പം അവർക്ക് ജയ് വിളിച്ചുകൊണ്ട്, അവർക്ക് കൈയടിച്ചുകൊണ്ട് ഇവിടെ വളരെ ആഘോഷപൂർവ്വം ഇവരെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കേസിൽ ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്തവരാണ് അവരെന്നുള്ള ആ ഒരു പരിഗണന, ആ കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നു തന്നെയില്ല. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീ ഇതെല്ലാം ചെയ്തത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, അതായത് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന മാനസിക കുഴപ്പം കൊണ്ടാണ് ഇത് ചെയ്തത്. അതിന് പുറമെ അവർക്ക് ബൈപ്പോളാർ ഡിസീസും ഉണ്ടായിരുന്നു, ബൈപ്പോളാർ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്നാണ് അവർ ചെയ്തതെന്നാണ് ഈ ഡോക്ടർമാരുമൊക്കെ പറയുന്നത്, ഡോക്ടർമാരും മറ്റ് അധികൃതരും. അതേസമയം തന്നെ ഇവർക്ക് സുബോധമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്നും കൊല്ലുന്നത് തെറ്റാണെന്നും ആ കുട്ടികൾ ചെയ്യുന്ന ആ കുറ്റത്തിൻ്റെ വ്യാപ്തിയൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു എന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇവരെ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് പൊയ്ക്കോന്നും പറഞ്ഞാണ് രണ്ടാമത്തെ കൊച്ചിനെയാണ് ആദ്യം കൊല്ലുന്നത്, എന്നിട്ടാണ് പിന്നെ അടുത്ത കൊച്ചുങ്ങളെ കൊല്ലുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവർക്കൊന്നും അറിയത്തില്ലാഴികയില്ല, ഇവർ കരുതിക്കൂട്ടി എന്നതുപോലെയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതിനിപ്പോൾ ജൂറി എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് അനുകൂലമായി ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് ഈ സ്ത്രീകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അത് കണ്ടിട്ട് നമുക്ക് അതിശയം തോന്നിപ്പോകും. ഒരു സ്ത്രീ ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തപ്പോൾ കുട്ടികളെയും കൂട്ടിയാണ് പല സ്ത്രീകളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് വീട്ടുകാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ ഇവരുടെ രണ്ട് കൂട്ടരുടെയും, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടുകാർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണുന്നും മരുന്ന് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇവരുടെ ഭർത്താവ് ഈ ജോലി തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സ്ഥിതിയാക്കി, കാരണം ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രി അയാൾ എന്തോ സാധനം മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടു ഭർത്താവിന്. അതിനുശേഷമാണ് ഈ ക്രൂരകൃത്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സുബോധത്തോടുകൂടി ചെയ്യാൻ വഴിയില്ലായിരിക്കണം, അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവർക്കതിൻ്റെ ഗ്രാവിറ്റി അറിയാമായിരിക്കും. പക്ഷേ ഗ്രാവിറ്റി അറിയാമായിരുന്നുവെങ്കിൽ കൂടി സ്വയം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വയം നിയന്ത്രിക്കാൻ, കാരണം ഈ തലയ്ക്ക് അസുഖം ഉള്ള ആളുകൾ അവർ എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വരുംപരാഴികളെ പറ്റി അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് ചിന്തിക്കാൻ ഉള്ള കഴിവില്ല എന്നാണ് പറയുന്നത്. ഇവർ തന്നെ ആരോ ഇവരുടെ ഉള്ളിലിരുന്ന് കൊച്ചുങ്ങളെ കൊല്ലാനുള്ള നല്ല അവസരമാണിതെന്ന് പറഞ്ഞ് അവരോട് അങ്ങനെയുള്ള വോയിസ് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആരോ നിർദ്ദേശിച്ചു, അതനുസരിച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും ഭർത്താവിനെയൊക്കെ പറഞ്ഞു വിടാനും ഒക്കെയുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ഒരു സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളരെ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് അമേരിക്കയിൽ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റമൊന്നും ഇവിടെ ഇല്ല. ഈ ആശുപത്രിയിലൊക്കെ പോയി പ്രസവിച്ചു തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് മാത്രമായിരിക്കും അവരെ ശുശ്രൂഷിക്കാനുള്ളത്. പലപ്പോഴും വീട്ടുകാരൊന്നും കണ്ടുവെന്ന് വരില്ല. പിന്നെ മറ്റു മക്കളും എല്ലാം കൊണ്ടും പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കും. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഭാര്യയുടെ വീട്ടിൽ അവിടെ മറ്റാളുകളെല്ലാം കാണും, അമ്മായിയമ്മ കാണും, അമ്മായിയപ്പനും കാണും, ഒക്കെ ടേക്ക് കെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുമായിട്ട്. അപ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇവിടെ കിട്ടിയെന്ന് വരില്ല. പക്ഷേ അതുകൊണ്ട് കുട്ടികളെ കൊല്ലേണ്ട വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം. ഇതുപോലൊരു കേസാണ് നമ്മൾ കണ്ടത്. യുണൈറ്റഡ് ഹെൽത്ത് കെയറിൻ്റെ CEO ബ്രയൻ തോംസനെ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ലൂയി മഞ്ചിയോണി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, 26-28 വയസ്സുള്ള സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. വെടിവെച്ച് കൊന്നു. ഇപ്പോൾ അയാൾ കുറ്റമേറ്റിരിക്കുകയാണ്, ഞാൻ വെടിവെച്ച് കൊന്നു, അപ്പം മാനസികമായിട്ട് കുഴപ്പമുണ്ടെന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. ഫെഡറൽ കോടതിയിൽ അയാൾ കുറ്റമേറ്റിരിക്കുന്നു. അതുകൊണ്ട് ഈ സ്റ്റേറ്റ് കോടതിയിൽ ഇനിയിപ്പോൾ കൊലക്കേസ് വിചാരണ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്, നിയമവിദഗ്ധർ പറയുന്നത്. കാരണം ഒരു കേസിൽ തന്നെ ഒരു കാര്യത്തിന് തന്നെ 2 കേസ് പറ്റില്ല, 2 തവണ വിചാരണ, 2 തവണ ശിക്ഷ ഇത് പറ്റില്ല. അപ്പോൾ ഇയാൾ ഓൾറെഡി ഫെഡറൽ കോടതിയിൽ കുറ്റമേക്കുകയും
അപ്പോൾ അതിനനുസരിച്ച് ഏതാണ്ട് ജീവപര്യന്തമൊക്കെ ശിക്ഷ കിട്ടാം. അപ്പോൾ പിന്നെ ഇനി പിന്നെ അതേ സംഭവത്തിന് തന്നെ കീഴ്ക്കോടതിയിൽ വീണ്ടും കേസ് വിചാരണ പാടില്ല എന്ന്. അപ്പം വക്കീലന്മാരുടെ ഓരോ അതിബുദ്ധിയാണ് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും അയക്കും വലിയ തോതിലുള്ള ജനപിന്തുണയുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയർ ഇൻഷുറൻസുകാരോടുള്ള അമർഷം, പിന്നെ പണക്കാരോടുള്ള അമർഷം, പിന്നെ സാധാരണക്കാരുടെ ആ രോഷം, ഇതെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ഒരു വീരപുരുഷനായി കണക്കാക്കുന്നു. പക്ഷേ ഈ ലിൻസെ ക്ലാൻസിയുടെ പേരിൽ അവർ എന്ത് വീരകൃത്യമാണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് മാനസിക രോഗമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മളും വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സുബോധമുള്ള ആരെങ്കിലും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തോട്ട് നോക്കിയാൽ കൊല്ലാനായിട്ട് എങ്ങനെ തോന്നും? ഇവർ തന്നെ പിന്നെ വിളംബരാണ്, നല്ല കണ്ടാലൊക്കെ നല്ല ആളുകൾ. അപ്പോൾ അവരെ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്, ചെയ്തു പോയി എന്നുള്ളത് എത്രയോ ചിന്തയ്ക്ക് അതീതമായ കാര്യമാണ്. അപ്പോൾ അവർക്ക് പിന്തുണ കിട്ടുന്നു. എങ്ങനെയായാലും ഇനിയിപ്പോൾ ജൂറി തീരുമാനിക്കണം, കോടതി തീരുമാനിക്കണം ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടാൽ അവരെ ജീവാവസാനം വരെ ജയിലിൽ കിടക്കേണ്ട സ്ഥിതി വരും. ഇതിനിടയിൽ അവരുടെ ഭർത്താവ് അവരെ ഡിവോഴ്സ് ചെയ്തു. കാരണം ഇനി അവരുടെ എന്ന് കരുതിയ ഇവരൊരു മോൺസ്റ്ററോ അങ്ങനെ ഒരു ഭയങ്കര ഭീകരജന്തുവൊന്നുമല്ല. പിന്നെ അവരോട് ദയാപൂർവം പിന്നെ കരുതണമെന്നുള്ള രീതിയിലാണ് ഭർത്താവിൻ്റെയും സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്ങനെയായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഇങ്ങനെയുള്ള ആളുകൾക്കും ജനപിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.